friends, welcome back to my channel, your online teacher. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ കഴിഞ്ഞ തവണത്തെ ക്രിസ്മസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനു നമ്മൾ പഠിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് പരീക്ഷയ്ക്കാണെങ്കിലും അതിനെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാലാണ് എങ്ങനെയാണ് അതിൽ ചോദ്യങ്ങൾ വരാമെന്നുള്ളതും ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ, ഞാൻ വെറുതെ പേടിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം എന്ന് പറയുന്നത്. സോ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അറിയാലോ 80 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. 2.5 മണിക്കൂറാണ് നമുക്ക് എക്സാം ഉണ്ടാവുക. സോ നമുക്ക് പെട്ടെന്ന് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ 1 മുതൽ 10 വരെയുള്ളതിൽ ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ഓരോന്നിനും 1 മാർക്ക്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫോർമൻ ബിലോങ്സ് ടു ദ ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഏത് ലെവലിലാണ് ഫോർമൻ വരുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കിവിടെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് അല്ലേ. ടോപ്പ് ലെവലിലാണ് ഫോർമൻ വരാം? അല്ല, ടോപ്പ് ലെവലിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് പോലെയുള്ള വലിയ വലിയ സ്ഥാനത്ത് ആ ഒരു ഹൈറാർക്കിയിലെ ഏറ്റവും മുകളിലുള്ള ആളുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ പിന്നെ മിഡിൽ ലെവലിലാണോ? മിഡിൽ ലെവലിൽ വരുന്നത് ആരൊക്കെയാണ്? മിഡിൽ ലെവലിൽ വരുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഹെഡാണ് മിഡിൽ ലെവലിൽ വരുന്നത്. അപ്പോൾ പിന്നെ ആൻസർ ഏതാ വരിക? ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഓൾ ഓഫ് ദീസ് ആണോ? ഓൾ ഓഫ് ദീസും അല്ല. ഓക്കെ, ഇനി applies for everything and everything in its place indicates a principles or which principle of management. എല്ലാത്തിനും അതിൻ്റേതായ ഒരു പ്ലേസ് വേണം എന്നുള്ളത് ഏത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിലാണ് പറയുന്നത്? ഏതിലാണ് പറയുന്നത്? എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനം വേണം. സ്ഥാനം എന്ന് വെച്ചാൽ എന്താ? എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഓർഡർ വേണം. അപ്പോൾ ഓർഡർ വേണമെന്ന് പറയുന്നത് ഇതിൽ ഏത് പ്രിൻസിപ്പിളാണ്? ഓർഡർ പ്രിൻസിപ്പിൾ തന്നെ. ഓക്കെ, അപ്പോൾ 2 മാർക്ക് നമുക്ക് കിട്ടി. ദെൻ അടുത്തതാണ് ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ റിലീറ്റ്സ് ടു. ആളുകളുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റം. എൻവയോൺമെൻറ്റിൻ്റെ 5 ഡയമെൻഷൻസ് ഉണ്ടല്ലേ, ആ 5 ഡയമെൻഷൻസിൽ ഏതിലാണ് വരുന്നത്? ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സോഷ്യലാണ് വരുന്നത് കേട്ടോ. ദെൻ തിങ്കിങ് ബിഫോർ ഡൂയിങ്. ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണം. അത് ഏത് ഫംഗ്ഷനോ? മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ദെൻ കൺട്രോളിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രോളിങ്ങിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. കൺട്രോളിങ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്, പെർവാസീവ് ആണ്, എല്ലാ ലെവലിലും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതാൻ പറഞ്ഞാൽ അത് മാത്രം ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മതി. പോയിന്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ദെൻ which among the following is element of delegation? ഡെലിഗേഷൻ്റെ എലമെൻറ്റ് ഇതിൽ ഏതാണ്? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി 3 എണ്ണം വരുന്നുണ്ട്. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരാം. ദെൻ fill in the blanks as per him. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. അങ്ങനെയാണെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്നതോ നെഗറ്റീവാണ്. നെഗറ്റീവ് ആകാൻ കാരണം എന്താ? റിക്രൂട്ട്മെൻറ്റിൽ എല്ലാവർക്കും ചാൻസ് ഉണ്ട്, പക്ഷെ സെലക്ഷനിൽ നമ്മൾ ചില ആളുകളെ മാത്രം സെലക്ട് ചെയ്യും, മറ്റവരെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യണം. സോ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത് വരുന്നത്. ദെൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് അതിൽ ഓഡ് വൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോച്ചിങ് ഉണ്ട്, ജോബ് റൊട്ടേഷൻ ഉണ്ട്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് വ്യത്യാസപ്പെട്ട് വരാം? ഇതെന്ന് പറയുന്നത് എന്താ? ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് തമ്മിലുള്ള ഇതാണ് വരുന്നത് അല്ലേ. സോ ഇതിലേതാണ് എന്താ പറയുക ഓഡ് വൺ ആയിട്ട് വരുന്നത്? ഓഡ് വൺ ആയിട്ട് വരുന്നത് ഏതാണ്? കേസ് സ്റ്റഡി ആണ് വരുന്നത്. ഓക്കെ, കേസ് സ്റ്റഡി ആണ് ഓഡ് വൺ വരാം. ദെൻ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിളിൽ പഠിച്ചില്ലേ 5 എണ്ണമായിട്ട്. അതിൽ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? ബിലോങ്ങിങ് നീഡ് അല്ലെങ്കിൽ അഫിലിയേഷൻ നീഡിലാണ് വരുന്നത്. ഓക്കെ, ദെൻ മേക്ക് ഷുവർ ഓൾ തിങ്സ് ആർ ഗോയിങ് അക്കോർഡിംഗ് ടു ദ പ്ലാൻ. പ്ലാൻ അനുസരിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. മാനേജ്മെൻറ്റ് ഏത് ഫംഗ്ഷനാ? കൺട്രോളിങ് ആണ്. സോ 10 മാർക്ക് കിട്ടിയേ. 10 മാർക്കിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഏതെങ്കിലും 5 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മാനേജ്മെൻറ്റ്? അറിയാലോ, മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഡൂയിങ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്. മേരി പാർക്കർ ഫൊലറ്റിൻ്റെ ഒരു ഡെഫിനിഷനാണത്. ഓക്കെ, ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടേം പ്ലാനിങ് പ്രിമൈസസ്. പ്ലാനിങ് എന്ന ചാപ്റ്ററിലേതാണ്. പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ എടുക്കേണ്ട കുറേ അസംഷൻസ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ അൺസർട്ടൈൻ ആയതുകൊണ്ട് തന്നെ ചില അസംഷൻസ് എടുത്താലേ നമുക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ? ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് അനുസരിച്ചുകൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. അതായത് മാർക്കറ്റിംഗ് ഫങ്ഷൻ,
ദെൻ എന്താണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. സെലക്ഷൻ പ്രോസസ്സിൽ ഏതെങ്കിലും 2 ടെസ്റ്റ് നെയിം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്, അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ. ദെൻ ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗിൻ്റെ എലമെന്റ്സ് ഒരു 4 വരുന്നുണ്ടല്ലോ. ഏതൊക്കെയാ? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്? ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ ഫിനാൻസിനെ എന്ത് ചെയ്യുക? ഫേമിൻ്റെ ഫിനാൻസ് എവിടെ നിന്നെല്ലാം നമ്മൾ കളക്ട് ചെയ്യണം, അതെങ്ങനെ പ്രൊക്യൂർ ചെയ്യണം, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ആ പ്ലാനിങ്ങിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഫ്ലോ ചാർട്ട് വരയ്ക്കണം. ഓക്കെ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പ്ലാനിങ് ഹെഡിൻ്റെ കീഴിൽ 4 പേര്, പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിൽ 4 പേരെന്ന് പറഞ്ഞിട്ടില്ല, അത് പഠിക്കണം. എന്താണ് ഗ്ലോബലൈസേഷൻ, എന്താണ് പ്രൈവറ്റൈസേഷൻ, എന്താണ് ലിബറലൈസേഷൻ? ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരൊറ്റ എക്കോണമിയിൽ വേൾഡ് എല്ലാം കൂടി ഒരു എക്കോണമി എന്നുള്ള രീതിയിൽ. പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ചാൽ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കുറച്ച് പ്രൈവറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ലിബറലൈസേഷൻ എന്താണ്? ലിബറേറ്റിംഗ് എക്കോണമി ഫ്രം ഓൾ അൺനെസസറി റെസ്ട്രിക്ഷൻ, അൺനെസസറി ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസിൽ നിന്നെല്ലാം എക്കോണമിയെ ലിബറേറ്റ് ചെയ്ത് വിടുന്നതാണ്. ദെൻ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണ്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് റൂം പോലെ ഒരു എൻവയോൺമെൻറ്റ് അറേഞ്ച് ചെയ്തുകൊണ്ട് അവിടെ ഒരു ആക്ച്വൽ വർക്ക് സെഷൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അവർക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. അവരത് വെച്ചിട്ട് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണും. ഓക്കെ, ലിസ്റ്റ് ഔട്ട് 3 ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്. കൺട്രോളിങ്ങിൻ്റെ 3 ഇമ്പോർട്ടൻസ് പഠിക്കുക, ഇവിടെ ചോദിച്ചിട്ടുണ്ട്. കൺട്രോളിങ്ങിൻ്റെ 3 ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ദെൻ അതുപോലെ തന്നെ ഇംപ്രൂവിങ് എംപ്ലോയി മോട്ടിവേഷൻ, ജഡ്ജിങ് ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഒത്തിരി ഉണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും 3 മതി. മാനേജർ എടുക്കുന്ന 3 ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ. അത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, നെയിം 3 ഫിനാൻഷ്യൽ ഡിസിഷനെ ചോദിച്ചിട്ടുള്ളൂ. ദെൻ ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ടേം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കൂട്ടാൻ വേണ്ടിയിട്ട്, ക്യാപിറ്റലിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ടും ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് പോലെയുള്ള ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ക്യാപിറ്റലൊക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതും ക്ലിയർ ആണെന്ന് വിചാരിക്കണം. എന്താണ് കോർഡിനേഷൻ? അതിൻ്റെ 2 ഫീച്ചർ ഒന്നുകിൽ ഫീച്ചർ എഴുതാം, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ആണെങ്കിൽ എടുത്ത് എഴുതാം കേട്ടോ, അതെന്തായാലും പഠിക്കണം. ദെൻ മാച്ച് ഫോളോയിങ് ആണ്. നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രിമൈസ്, അതെന്താണ്? അതൊരു റൂളാണ്. പ്രൊമോഷൻ ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റ് ഓൺലി, അതെന്ന് പറഞ്ഞ കമ്പനിയുടെ പോളിസിയാണ്. ഇൻക്രീസ് സെയിൽസ് ബൈ 20% എന്ന് പറയുന്നത് ഫേമിൻ്റെ ഒബ്ജക്റ്റീവാണ്. ടൈം റേറ്റ് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഫേമിൻ്റെ മെത്തേഡാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ട്രയാങ്കിളും നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഫിക്സഡ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. നേച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ചോയ്സ് ഓഫ് ടെക്നിക്, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, അങ്ങനെ ഏതെങ്കിലും 4 ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ്. കൺട്രോളിങ്ങിന് ഏതെങ്കിലും 2 ലിമിറ്റേഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് റെസിസ്റ്റൻസ് വരും. കോസ്റ്റ്ലി ആണ്. ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്, അതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ വരാം. ദെൻ 5 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ 5 ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണെന്നും ബിസിനസ് എൻവയോൺമെൻറ്റ് 3 ഇമ്പോർട്ടൻസും ചോദിച്ചിട്ടുണ്ട്. പ്ലാനിങ്ങിൻ്റെ 5 ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങളിതൊക്കെ ഒന്ന് നോക്കി, നമ്മൾ അവിടെ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും എന്തായാലും പഠിക്കണം. 8 മാർക്കിന് വന്നിരിക്കുന്ന 3 ചോദ്യങ്ങൾ. ഒന്ന് ഹെൻറി ഫയലിൻ്റെ 8 പ്രിൻസിപ്പിൾസ് ചോദിച്ചിരിക്കുന്നു. റിക്രൂട്ട്മെൻറ്റിൻ്റെ ഏതെങ്കിലും 4 എക്സ്റ്റേണൽ സോഴ്സ് ചോദിച്ചിരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഡയഗ്രത്തോടു കൂടി ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ ഇനിയുള്ള എക്സാമിനും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. താങ്ക്